ഇഡിയുടെ അന്വേഷണ നടപടികൾക്കെതിരെ CMRL കമ്പനി നൽകിയ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയാനിരിക്കെ ഇഡി ഡയറക്ടർ രാഹുൽ നവീൻ കൊച്ചിയിലെത്തി. 10 മണിക്ക് ഇഡിയുടെ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഹൈക്കോടതി വിധി വരുന്ന പശ്ചാത്തലത്തിൽ കേസിന്റെ അടുത്ത ഘട്ട അന്വേഷണ പുരോഗതിയും തുടർ നടപടികളും വിലയിരുത്താനാണ് ഡയറക്ടറുടെ അടിയന്തര സന്ദർശനമെന്നാണ് സൂചന. അന്വേഷണ ഉദ്യോഗസ്ഥരും ഇഡി അഭിഭാഷകരും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഏതായാലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. മാസപ്പടി കേസിൽ സംബന്ധിച്ചിടത്തോളം ഇഡി അന്വേഷണം തടയണമെന്ന CMRL ഹർജി ഹൈക്കോടതി ഇന്ന് വിധി പറയും. അതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടറായ രാഹുൽ നവീൻ കൊച്ചിയിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ നിന്നും ഇഡി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ ചുറ്റും കൂടിയിരുന്ന പാർട്ടി പ്രവർത്തകരും അണികളും ഒക്കെ തന്നെ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനത്തെ ആക്രമിച്ചതും അത് ഇഷ്ടികയും കല്ലും വഴിയും ഉപയോഗിച്ച് ആക്രമിച്ചതും ചില്ലുകൾ തകർത്തതും ഉൾപ്പെടെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ പേരിലുള്ള അറസ്റ്റ് നടപടികളൊക്കെ ഇപ്പോഴും നടക്കുന്നൊരു സാഹചര്യമുണ്ട്. ഏകദേശം 300ഓളം പേര് ആ പട്ടികയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇഡിയുടെ തലവൻ്റെ വരവും CMRL അപ്പീലിൻ്റെ വിധിയും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ നിർണായകമായ ഒരു ദിവസമായിരിക്കും ഇന്നുണ്ടാവുക. എന്തായാലും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇഡിയുടെ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ രാഹുൽ നവീൻ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, 2 കാര്യങ്ങൾ. ഇഡി ഡയറക്ടറിന്റെ വരവ് അത് എന്തുദ്ദേശിച്ചാണ്? ഇഡിയുടെ വാഹനം ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിൽ നിന്നും ഇഡി ഒരു തരത്തിൽ പോലും പിന്നോട്ട് പോകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 2, ഇന്ന് വിധി വരികയാണ്. നിർണായകമായ ദിവസമാണ് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട്. വിശദാംശം. ഹരി, നമുക്കറിയാം, അന്ന് വീണ വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡിന് ശേഷം CPM പ്രവർത്തകർ ഇഡിയുടെ വാഹനം തല്ലി തകർക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു അത്. വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണയ്ക്ക് വലിയ തിരിച്ചടിയാകും ഇനി വരാൻ പോകുന്നതെന്ന ഒരു അവലോകനം തന്നെയായിരുന്നു പൊതു രീതിയിലേക്ക് വിലയിരുത്തപ്പെട്ടത്. എന്തായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ CMRL നൽകിയ ഹർജിയിൽ വിധി വരാനിരിക്കെ ഇന്നത്തെ ഇഡി ഡയറക്ടറുടെ കൊച്ചി സന്ദർശനം ഏറെ നിർണായകമാണ്. നേരത്തെയും വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. പക്ഷേ ഇഡി തന്നെ തീരുമാനിച്ചത് എന്തായാലും CMRLന്റെ വിധി കൂടി വരട്ടെ, ആ വിധി വന്നതിന് ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാം എന്ന് വീണയെ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത ഘട്ടം എന്നോണം എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത് എന്നൊരു തീരുമാനത്തിലേക്ക് ഇഡി എത്തുകയായിരുന്നു. എന്തായാലും ആ ഒരു വിധി ഇന്ന് വരാനിരിക്കെയാണ് ഇന്ന് 10:15 കൂടി താജിൽ ഇഡി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നത്. അതിൽ ഇഡി ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അഭിഭാഷകരും ഉണ്ടാകുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് ഇനി ചോദ്യം ചെയ്യേണ്ടത്, കിട്ടിയ തെളിവുകൾ ഏത് വിധത്തിൽ കൂടുതൽ ശേഖരിക്കാൻ കഴിയും, കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ എങ്ങനെ കഴിയും, ഒപ്പം കിട്ടിയ തെളിവുകളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും, കോടതിയിലടക്കം കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ പ്രതികൾക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാകണം എന്നീ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക. എന്തായാലും ഏറെ നിർണായകമായൊരു ദിവസമാണ്. വീണ വിജയനെയും അതോടൊപ്പം തന്നെ CMRLനെയും സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ്, വാദപ്രതിവാദങ്ങൾ ഉണ്ടായതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ കോടതി വിധിയിലേക്ക് വന്നാൽ അതും ഏറെ നിർണായകമായിട്ടുള്ളൊരു ദിവസം തന്നെയാണ് ഇരുവരെയും സംബന്ധിച്ച്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ തന്നെ ഈ ഹർജി പരിഗണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു പൊതുസ്ഥാപനമല്ലേ, CMRL ഒരു പൊതുസ്ഥാപനമല്ലേ, എന്തുകൊണ്ടാണ് ഒരു അന്വേഷണത്തെ നേരിടാൻ കഴിയാത്തത്, ചിലപ്പോൾ അന്വേഷിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് തന്നെ ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന സാഹചര്യങ്ങളിലേക്ക് കടക്കില്ലേ, എന്തുകൊണ്ടാണ് അന്വേഷണത്തോട് സഹകരിക്കാത്തത് എന്നീ ചോദ്യങ്ങളായിരുന്നു കോടതി ചോദിച്ചത്. പക്ഷേ CMRL കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തവണ അന്വേഷണത്തിൽ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെയാണെങ്കിൽ വീണ്ടും എന്തിനാണ് ഇത്തരത്തിലൊരു അന്വേഷണവും ബുദ്ധിമുട്ടിക്കലും എന്നൊരു വാദമാണ് CMRL കോടതിയിൽ ഉന്നയിച്ചത്. എന്തായാലും വീണ വിജയന്റെ ചോദ്യം ചെയ്യലിന് തടസ്സമില്ല എന്ന് കോടതി നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് CMRLനെ സംബന്ധിച്ച് ഏറെ നിർണായകമായുള്ളൊരു ദിവസം തന്നെയാണ്. കോടതിയുടെ വിധി അത് ഏത് വിധത്തിലാകുമെന്നാണ് ഉറ്റുനോക്കുന്നത്. ആ വിധി വന്നതിന് ശേഷമായിരിക്കും ഇഡി അടുത്ത ഘട്ടത്തിലെ നടപടിയിലേക്ക് പോവുക. ശശിധരൻ കർത്തേനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും. ഈ റെയ്ഡിന്റെ സമയത്ത് പോലും ശശിധരൻ കർത്തെ വീട്ടിലുണ്ടായിരുന്നില്ല. നടപടിയാണല്ലോ ഏറ്റവും പ്രധാനം. ഇപ്പൊ അതായത് ഇന്ന് വിധി വരുന്ന പശ്ചാത്തലത്തിൽ എങ്ങാനും എന്തായിരിക്കും വിധി എന്നത് സംബന്ധിച്ചായിരിക്കും ഇഡിയുടെ ബാക്കിയുള്ള നീക്കം എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ എന്നാൽ പോലും വീണ വിജയൻ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അധികം വൈകില്ല വിധി പ്രതികൂലമാണെങ്കിൽ എന്നത് വേണമല്ലോ മനസ്സിലാക്കുക.
അതെ, അങ്ങനെ തന്നെയാണ് ഹരി, അതിലൊരു സംശയവുമില്ല. ഇ ഡി ഉദ്യോഗസ്ഥർ ആ തരത്തിൽ തന്നെയാണ് നീങ്ങുന്നത്. ഇപ്പോൾ ഇന്ന് വിധി വന്നതിന് ശേഷം അനുകൂലമാണെങ്കിൽ എത്രയും വേഗം ശശിധരൻ കർത്തേനെയും വീണ വിജയനെയും ചോദ്യം ചെയ്യും എന്ന ഘട്ടത്തിലേക്ക് തന്നെയാണ് സമൻസ് അയക്കും. എന്ത് സേവനമാണ് ഇപ്പോഴും ഈ രണ്ട് കമ്പനികളും തമ്മിൽ പരസ്പരം നടത്തിയത്? ഒരു സേവനവും നൽകാതെ എന്തിനാണ് ഇത്രയും കോടി കൈമാറ്റം നടത്തിയത്? അതൊരു കള്ളപ്പണം വെളുപ്പിക്കലല്ലേ എന്ന ചോദ്യമാണ് ഇ ഡിയും കോടതിയിൽ ഉന്നയിക്കുന്നത്. കോടതിയും അത്തരത്തിലുള്ളൊരു സംശയമുണ്ട്. എന്ത് സേവനമാണ് ഈ കമ്പനികൾ തമ്മിൽ നൽകിയതെന്ന കോടതിയുടെ ചോദ്യത്തിന് പോലും CMRL കൃത്യമായിട്ടൊരു ഉത്തരം നൽകുവാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടി അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കരുതുന്നത്. അതേസമയം തന്നെ ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അതിക്രമവും കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. കോടതിയിൽ അക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയിച്ചിരുന്നു. അതോടൊപ്പം CBI അന്വേഷണം വേണം. ഈ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള അതിക്രമത്തിൽ CBI അന്വേഷണം വേണമെന്നൊരു ആവശ്യം കൂടി ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാരിനോട്, പ്രത്യേകിച്ച് പോലീസിനോട് വിശദീകരണം നൽകാനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്ത് നടപടിയായിരുന്നു അന്ന് പോലീസ് സ്വീകരിച്ചത്, എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല എന്നീ കാര്യങ്ങളൊക്കെ കോടതി ഇന്നലെ ചോദിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടി CMRLനും വീണ വിജയനും ഇന്ന് നിർണായകമായ ദിവസം തന്നെയാണ്. ഇനി അനുകൂലമായിട്ടുള്ള വിധി വന്നാൽ എത്രയും വേഗം വീണ വിജയനെയും ശശിധരൻ കർത്തേയും ചോദ്യം ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലേക്ക് ഇ ഡി കടക്കും. അതിന് മുന്നോടിയായാണ് ഇന്ന് ഇപ്പോൾ കൊച്ചിയിൽ രാവിലെ 10 മണിക്ക് ചേരുന്ന ഇ ഡി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള യോഗവും. വ്യക്തമാണ്, നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്.